ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സ്പ്രെഡ്ഷീറ്റിൻ്റെ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു PPT തയ്യാറാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക്, മൈക്രോസോഫ്റ്റ് എക്സൽ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാംസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഈ MS എക്സൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റാസ് ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ടാബുലർ ഫോമിൽ ഈ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. Excel provides powerful tools such as formulas, chart, pivot tables and data analysis features. ഈ എക്സലിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഡേറ്റാസ് ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫോർമുലാസ്, ചാർട്ട്സ്, ടേബിൾസ്, അങ്ങനെ ഒരുപാട് ഫീച്ചറുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. കൂടാതെ ഇത് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിലും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് ഓഫീസുകളിൽ, അതേപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പോലും ഈ ഒരു പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Excel allows users to perform calculations quickly and present data in a clear and professional format. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേഷൻസൊക്കെ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാനായിട്ട് എക്സൽ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്, എക്സൽ വർക്ക് ബുക്ക് വിൻഡോ. നമുക്ക് എക്സൽ വർക്ക് ബുക്ക് എന്താണെന്ന് നോക്കാം. അതായത് MS എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു മെയിൻ ഇൻ്റർഫേസിന് പറയുന്ന പേരാണ് എക്സൽ വർക്ക് ബുക്ക് എന്നത്. ഓർ ഇറ്റ് ഈസ് എ ഫയൽ ദാറ്റ് കണ്ടെയ്ൻസ് വൺ ഓർ മോർ വർക്ക് ഷീറ്റ്. അതായത് ഒന്നോ അതിലധികമോ വർക്ക് ഷീറ്റുകൾ വരുന്ന ഒരു ഫയലിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഒരു വർക്ക് ബുക്കിലെ ഇൻഡിവിജ്വൽ ഷീറ്റിന് പറയുന്ന പേരാണ് വർക്ക് ഷീറ്റ് എന്നുള്ളത്. അതായത് നമ്മളൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ടാബ് കാണാം. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ നോട്ട്ബുക്കിനുള്ളിലെ ഇൻഡിവിജ്വൽ പേജസ് എന്ന പോലെയാണ് ഓരോ ഷീറ്റുകളും ആക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് എത്ര പേജസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഡിഫോൾട്ടായിട്ട് 3 പേജസ് ഉണ്ടാകും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലസ് സിമ്പൽ ഉണ്ടാകും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലാപ്പോ കമ്പ്യൂട്ടറോ ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി എക്സൽ വിൻഡോ. അതായത് ഒരു എക്സലിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കുക. ആദ്യം ടൈറ്റിൽ ബാറിലാണ് ഒരു വർക്ക് ബുക്കിൻ്റെ നെയിം ഡിസ്പ്ലേ ചെയ്യുന്നത്. സെക്കൻഡ്, റിബൺ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ it contains such as home, insert, page layout and formulas which provide different commands. അതായത് പല കമാൻഡ്സുകളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടാബാണ് റിബൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വർക്ക് ഷീറ്റ് ഏരിയ. ദ മെയിൻ ഏരിയ വെർ ഡേറ്റ ഈസ് എൻറ്റേർഡ് ഇൻ സെൽസ്. അതായത് നമ്മൾ ഡേറ്റ സെൻറ്റർ ചെയ്യുന്ന ആ പോർഷൻസ് പറയുന്നതാണ് വർക്ക് ഷീറ്റ് എന്നുള്ളത്. നെക്സ്റ്റ്, റോസ് ആൻഡ് കോളംസ്. റോസ് ആർ നമ്പേർഡ് വൈൽ കോളംസ് ആർ ലേബിൾഡ് വിത്ത് ലെറ്റേഴ്സ്. റോസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. കോളംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ABCD ലെറ്റേഴ്സുമാണ്. നെക്സ്റ്റ്, ഫോർമുല ബാർ. ഇറ്റ് ഡിസ്പ്ലേസ് ദ കണ്ടൻസ് ഓഫ് ദി ആക്റ്റീവ് സെൽ ആൻഡ് അലൗസ് യൂസർ ടു എൻ്റർ ഫോർമുലാസ്. ഫോർമുല ബാർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പല കാൽക്കുലേഷൻസും ഇക്വേഷൻസും ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്റ്റാറ്റസ് ബാർ. ഇറ്റ് ഷോസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി കറൻറ്റ് വർക്ക് ഷീറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഷീറ്റിൻ്റെ കറൻറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് സ്റ്റാറ്റസ് ബാറിലാണ്. നെക്സ്റ്റ്, ഷീറ്റ് ടാബ്. ഞാൻ പറഞ്ഞു വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബുക്കിലെ ഓരോ ഇൻഡിവിജ്വൽ പേജസുമാണ്. ഈ വർക്ക് ഷീറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം പ്ലേസിലാണ്. നെക്സ്റ്റ്, ബേസിക് സ്പ്രെഡ്ഷീറ്റ് സ്കിൽസ്.
ഏറ്റവും നന്നായിട്ട് സ്പ്രെഡ്ഷീറ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ എൻട്രി. അതായത് നമ്മൾ സ്പ്രെഡ്ഷീറ്റിനുള്ളിൽ, അതായത് ആ സെൽസിനുള്ളിൽ ഡേറ്റ എൻ്റർ ചെയ്യുന്നതിനെയാണ് ഡേറ്റ എൻട്രി എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത്. അത് ടെക്സ്റ്റ് ആകാം, നമ്പേഴ്സ് ആകാം, ഡേറ്റ്സ് ആകാം, എന്തുമാകാം. നെക്സ്റ്റ്, എഡിറ്റിംഗ് ഡേറ്റ. നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ മോഡിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസിനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെൽ ഫോർമാറ്റിംഗ്. ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് സെൽസ് ബൈ അഡ്ജസ്റ്റിംഗ് ഫോണ്ട് അലൈൻമെൻറ്റ് ആൻഡ് നമ്പർ ഫോർമാറ്റ്. അതായത് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റാസിൻ്റെ സ്റ്റൈൽ, അപ്പിയറൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ സെൽ ഫോർമാറ്റിംഗ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ നമുക്ക് നോർമൽ ലെറ്റേഴ്സിൽ നിന്ന് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, അതേപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ്, യൂസിങ് ഫോർമുലാസ്. നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിഫോൾട്ടായിട്ട് എക്സലിനുള്ളിൽ തന്നെ ഫോർമുലാസും ഫങ്ഷൻസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, മാനേജിങ് റോസ് ആൻഡ് കോളംസ്. അതായത് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഏത് സെല്ലിലാണോ അതിൻ്റെ തൊട്ടപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ നമുക്ക് കോളംസ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റോസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം തന്നെ. നെക്സ്റ്റ്, സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ്. സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യം ആ ഒരു രീതിയിൽ നമ്മുടെ ഡേറ്റാസിനെ സോർട്ട് ചെയ്ത് തരും. നെക്സ്റ്റ് ഓപ്ഷനാണ് സേവിങ് ആൻഡ് ഓപ്പണിംഗ് വർക്ക് ബുക്ക്. ഡേറ്റാസ് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. Ctrl+S എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫയലിൽ നിന്ന് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് ബോക്സ് വരും. നമുക്ക് എവിടെയാണോ ഫയൽ സേവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ്, എക്സൽ ഹെൽപ്പ് സിസ്റ്റം. എക്സൽ ഹെൽപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബിൽറ്റ് ആയിട്ട് എക്സലിലുള്ളൊരു ഓപ്ഷനാണ്. യൂസേഴ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് എങ്ങനെയാണ് എക്സലിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അതിന് വേണ്ട എക്സ്പ്ലനേഷൻസും ട്യൂട്ടോറിയൽസും ഗൈഡൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന എക്സലിൻ്റെ ഒരു ഫീച്ചറാണ് എക്സൽ ഹെൽപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് F1 പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഹെൽപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഓപ്പണിംഗ്, ക്ലോസിംഗ് ആൻഡ് സേവിങ് വർക്ക് ബുക്ക്. എങ്ങനെയാണ് ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എ വർക്ക് ബുക്ക് ക്യാൻ ബി ഓപ്പൺ ബൈ സെലക്ടിങ് ഫയൽ ആരോ ഓപ്പൺ. അതായത് ഫയലിൽ നിന്ന് നമുക്ക് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. അതല്ല എങ്കിൽ ചൂസിങ് ദ ഡിസൈഡ് എക്സൽ ഫയൽ. അതായത് എക്സൽ ഫയൽ നമ്മുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ആകുന്നതാണ്. സെക്കൻഡ്, സേവിങ് എ വർക്ക് ബുക്ക്. എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇറ്റ് ക്യാൻ ബി ഡൺ യൂസിങ് ഫയൽ സേവ്. അതായത് ഫയലിൽ നിന്ന് നമ്മൾ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആകും. അവിടെ നമുക്ക് എവിടെയാണോ ഫയൽ സേവ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻസ് ഒരു ലിസ്റ്റ് വരും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. ദെൻ സേവ്. അതല്ല എങ്കിൽ കീബോർഡിൽ Ctrl+S പ്രസ് ചെയ്യുക. ദെൻ ക്ലോസിങ് എ വർക്ക് ബുക്ക്. എങ്ങനെയാണ് ഒരു വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കാം. എ വർക്ക് ബുക്ക് ക്യാൻ ബി ക്ലോസ് ബൈ ക്ലിക്കിംഗ് ദ ക്ലോസ് ബട്ടൺ. ഒന്നുകിൽ നമ്മൾ ക്ലോസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതായത് ഒരു ഇൻറ്റു മാർക്ക് കാണാം എക്സൽ വർക്ക് ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് കാണാം. അല്ലെങ്കിൽ ഫയലിൽ നിന്ന് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഡേറ്റ എൻട്രി ആൻഡ് മാനിപ്പുലേഷൻ. അതായത് ഡേറ്റാസ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, നമ്പേഴ്സ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, ഡേറ്റ്സ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് നോക്കാം.
ഡേറ്റാസ്, അതായത് ടെക്സ്റ്റ് ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സെല്ലിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡർ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും, അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ നമുക്ക് കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലെറ്റേഴ്സ് ആണെങ്കിലും അതേപോലെ നമ്പേഴ്സ് ആണെങ്കിലും ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഡേറ്റ്സ് ആണെങ്കിൽ ഡേറ്റ് എൻ്റർ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. ആദ്യം നമുക്ക് ഡേറ്റ്, ദെൻ മന്ത്, ഇയർ, അല്ലെങ്കിൽ മന്ത്, ഡേറ്റ്, ഇയർ, ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഡേറ്റ് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ്, ഓട്ടോ ഫിൽ. ഇറ്റ് ഈസ് എ ഫീച്ചർ ഇൻ എക്സൽ ഹെൽപ്സ് യൂസേഴ്സ് ക്വിക്ക്ലി ഫിൽ എ സീരീസ് ഓഫ് ഡേറ്റ വിതൗട്ട് ടൈപ്പിംഗ് ഈച്ച് വാല്യൂ മാനുവലി. അതായത് ഒരു സീരീസ് ഓഫ് ഡേറ്റ നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓട്ടോ ഫിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് ഓഫ് നമ്പേഴ്സ് എൻ്റർ ചെയ്യണമെങ്കിൽ, അതായത് 1 2 3 4 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ നമുക്കൊരു 1 2 3 വരെ ടൈപ്പ് ചെയ്തതിന് ശേഷം ആ 3 സെല്ല് സെലക്ട് ചെയ്യുക. അപ്പം ആ സെലക്റ്റഡ് സെല്ലിൻ്റെ റൈറ്റ് സൈഡിൽ ബോട്ടം സൈഡിൽ ഒരു പ്ലസ് ഐക്കൺ പോലെ വരും. അതിൽ പിടിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മന്തിനും ഇതേപോലെ തന്നെയാണ്. ജനുവരി ഫെബ്രുവരി ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാത്ത 2 സെല്ല് ദെൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മന്ത്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു എക്സലിൻ്റെ ഫീച്ചറിനെയാണ് ഓട്ടോ ഫിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബേസിക് എഡിറ്റിംഗ്. അതായത് എങ്ങനെയാണ് റോസ് ആൻഡ് കോളംസ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, ഹൈഡ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് റോസ് ആൻഡ് കോളംസ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. റോസ് ആണെങ്കിൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം 1 2 3 എന്നാണ് റോസ് വരുന്നത്. റോസ് എപ്പോഴും ഹൊറിസോണ്ടലി ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കോളംസിന് വെർട്ടിക്കലി ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ റോസ് ഇപ്പം 1 കഴിഞ്ഞിട്ട് നമുക്കൊരു റോ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം റൈറ്റ് സൈഡിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളം വേണമെങ്കിലും റോസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെയാണ്. ഏത് കോളമാണോ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കോളം സെലക്ട് ചെയ്യുക. അതായത് ആ കോളം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ഹെഡ് എന്ന് പറയുന്നത് ABCD ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ദെൻ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഇത് ഡിലീറ്റായി പോകും. ഇനി നമുക്ക് റോസ് ആൻഡ് കോളംസ് ഹൈഡ് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെയാണ്. റോസ് അല്ലെങ്കിൽ കോളംസ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോളം അല്ലെങ്കിൽ റോ ഹൈഡായി പോകും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് അൺഹൈഡ് ചെയ്യാം. നമുക്ക് ഫ്യൂച്ചറിൽ അത് അൺഹൈഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അൺഹൈഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഹൈഡാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് വീണ്ടും വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡേറ്റ വാലിഡേഷൻ. ഡേറ്റ വാലിഡേഷൻ is a feature in Excel that helps control the type of data entered into a cell. അതായത് നമ്മൾ ഏത് തരം ഡേറ്റയാണ് സെല്ലിൽ എൻ്റർ ചെയ്യുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് തോന്നും വിധം നമുക്ക് എല്ലാം ഒന്നും അതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എൻ്റർ ചെയ്യുന്നതിന് അതായത് എല്ലാ ഡേറ്റാസും അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സൽ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ എക്സലിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഡേറ്റാസ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു ഫീച്ചറാണ്. അതായത് നമ്മുടെ ഡേറ്റ എൻട്രിയെ കൺട്രോൾ ചെയ്യുന്നൊരു ഫീച്ചറാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺസ്ട്രക്റ്റിംഗ് സിമ്പിൾ ഫോർമുലാസ്. എങ്ങനെയാണ് നമ്മൾ എക്സലിൽ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. A1 + B1
അതായത് അഡീഷൻ ചെയ്യുന്നതിന്, അതായത് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ A1 എന്ന് പറയുന്ന സെല്ലിൽ കിടക്കുന്ന വാല്യൂ 10 ആണെങ്കിൽ A1 എന്ന് പറയുന്ന ആ സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ B1ൽ കിടക്കുന്ന വാല്യൂ 10. അപ്പോൾ എവിടെയാണോ നമ്മൾ ഇക്വേഷൻ വേണ്ടത് ആ സെല്ലിൽ പോയിട്ട് ഈക്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ പ്ലസ് സിമ്പിൾ കൊടുക്കുക. ദെൻ അഗെയിൻ അടുത്ത വാല്യൂ ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷനായി, അതായത് ഈക്വൽ A1 + B1. ദെൻ എൻ്റർ കൊടുത്തു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആഡായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും വാല്യൂ 20 എന്നുള്ളത്. അതേപോലെ സബ്ട്രാക്ഷൻ ആണെങ്കിലും ഈക്വൽ കൊടുക്കുക, സെല്ല് സെലക്ട് ചെയ്യുക, മൈനസ് സിമ്പിൾ കൊടുക്കുക, ദെൻ അടുത്ത സെല്ല് സെലക്ട് ചെയ്യുക, എൻട്രി കൊടുക്കുക. നെക്സ്റ്റ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ്, അതായത് എക്സലിൽ ഇക്വേഷൻസ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്, അതായത് മാത്തമാറ്റിക്കൽ റൂളുണ്ട്. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ബോർഡ് മാസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാറുള്ളത്. അതായത് ആദ്യം ബ്രാക്കറ്റ് ഓഫ്, ദെൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെയാണ് എക്സലിലും ചെയ്യേണ്ടത്. ഇവിടെ ബോർഡ് മാസിന് പകരമുള്ള ആ ഒരു പേരെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ലെറ്ററും PEMDAS എന്നാണ്. ഇവിടെ P എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന പാരന്തസിസ്, അതായത് ബ്രാക്കറ്റിന് പകരമാണ്. ദെൻ എക്സ്പോണൻസ്, അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ദെൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കും എക്സലിൽ കാൽക്കുലേഷൻ വരിക. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 5 + 10 × 2. നമ്മൾ നോർമലി ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ ആൻസർ 30 ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ 10 × 5 = 15, 15 × 2 എന്ന് പറയുന്ന 30. പക്ഷെങ്കിൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. നെക്സ്റ്റ് സെൽ റെഫറൻസിങ്. സെൽ റെഫറൻസിങ്ങിൽ തന്നെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്, റിലേറ്റീവ് റെഫറൻസിങ്ങും അബ്സല്യൂട്ട് റെഫറൻസിങ്ങും. Relative referencing means that the cell reference changes automatically when a formula is copied to another cell. റിലേറ്റീവ് റെഫറൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സെല്ലിൽ നിലവിലുള്ള ഇക്വേഷൻ കോപ്പി ചെയ്തിട്ട് മറ്റൊരു സെല്ലിലേക്ക് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സെൽ റെഫറൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് അബ്സല്യൂട്ട് റെഫറൻസിങ്. അബ്സല്യൂട്ട് റെഫറൻസിങ് കീപ്സ് എ സെൽ റെഫറൻസ് കോൺസ്റ്റൻറ്റ്. അതായത് അബ്സല്യൂട്ട് റെഫറൻസിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽ റെഫറൻസിൽ ചേഞ്ചസ് വരില്ല. സെൽ റെഫറൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈവൻ വെൻ ദ ഫോർമുല ഈസ് കോപ്പി ടു അനദർ സെൽ. അതായത് ഒരു സെല്ലിൽ നിന്ന് ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ കോപ്പി ചെയ്ത് മറ്റ് സെല്ലിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ഇക്വേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നറിയാം. നമ്മൾ എക്സൽ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ശരിക്കും കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാകുകയുള്ളൂ.